Roshni's Food and Life. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുകയല്ലേ എല്ലാവരും? അപ്പോൾ സുഖമായിട്ട് മാത്രമല്ല എല്ലാവരും സേഫായിട്ടിരിക്കുകയെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ സമോസ സീരീസിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെജ് ചീസ് സമോസയാണ് കേട്ടോ. അപ്പം കുറച്ച് ചീസൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലൊരു കിടിലൻ സമോസയാണ്. അപ്പോൾ ഒട്ടും സമയങ്ങളായി നമുക്ക് നോക്കാം എങ്ങനെയാണ് നല്ല അടിപൊളി വെജ് ചീസ് സമോസ തയ്യാറാക്കി എടുക്കുന്നതെന്ന്. മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായി എണ്ണ ചേർത്ത് കൊടുക്കാം. ചേർക്കാനുള്ളത് നമ്മുടെ വെളുത്തുള്ളിയാണ്. 4-5 അല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതോടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി നമ്മുടെ പാനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളി ഒന്ന് ചെറുതായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞതാണ്, ചെറിയ കഷ്ണം ക്യാബേജ് ചെറുതായി അരിഞ്ഞെടുത്തതാണ്. അതോടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ക്യാരറ്റും ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഒരു ക്യാരറ്റ് ഞാൻ എടുത്ത് ഞാൻ ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അതോടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു ചെറിയ ക്യാപ്സിക്കമാണ് എടുത്തത്. അപ്പം ഒരുപാട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. അപ്പം ചെറിയ ക്യാപ്സിക്കം ഞാനിങ്ങനെ വളരെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ പാനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഉപ്പും അതുപോലെ മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന് ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മസാലയ്ക്ക് ഉണ്ടല്ലോ ഒരുപാട് അങ്ങ് മസാലയുടെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അല്പം ചേർത്താൽ മതിയാവേ. അപ്പൊ 1/4 ടീസ്പൂൺ അളവല്ല, ഒരു പിഞ്ച് ഗരം മസാല ചേർത്താൽ മതിയാവും നമുക്ക്. അപ്പൊ നമുക്കൊരു പിഞ്ച് ഗരം മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമ്മുടെ കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പൊ കുരുമുളക് പൊടി മാത്രമേ നമ്മൾ ഇതിൽ സ്പൈസസ് ആയിട്ട് ചേർക്കുന്നുള്ളൂ, എരിവിന് വേണ്ടി ചേർക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. സ്റ്റഫിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചീസ് കൂടെ ആഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ അത് മാത്രമല്ല നമ്മൾ ഒരുപാട് ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല. ഇപ്പം മാത്രം ഒരു പിഞ്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് മസാല ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റിലേക്ക് പോകും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി എന്തായാലും ഫില്ല് ചെയ്തെടുക്കാം നമ്മുടെ സമോസ. അപ്പൊ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മൈദ പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ 3 ടീസ്പൂൺ മൈദ നമ്മുടെ ബൗളിലേക്ക് ആഡ് ചെയ്തെടുക്കാൻ പോവാണ്. ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് ലൂസായി പോലെ കേട്ടോ, നല്ല പേസ്റ്റ് പോലെ ഇരിക്കണേ നമുക്ക്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ
നമ്മുടെ ഈ മൈദ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് നമ്മുടെ സമോസ റെഡിയാക്കി എടുക്കാം ഫില്ലിങ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഫില്ലിങ് വെച്ച് തുടങ്ങാം. അപ്പോൾ ഒരു സൈഡിൽ നിന്നും നമുക്ക് എപ്പോഴും ഒരു കോണിലോട്ടാണ് നമ്മൾ മടക്കി കൊടുക്കാറ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു സൈഡിലോട്ട് മടക്കി കൊടുക്കാം. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമുക്കിനി മൈദ പശ വെച്ചിട്ട് സൈഡെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിനുള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മൾ 1 സ്പൂൺ ഫില്ലിങ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ ക്യൂബ് ചീസ് കൂടെ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ബാക്കി ഫില്ലിങ് ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സൈഡെല്ലാം നമുക്ക് മൈദ പേസ്റ്റ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സമോസ ഫ്രൈ ചെയ്തെടുക്കാനേ അതിനായിട്ട് ഇതൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സമോസയുടെ 2 സൈഡും നമ്മൾ നന്നായിട്ട് ക്രിസ്പി ആക്കി എടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ നല്ല ചൂടാക്കിയിട്ട് വേണം കേട്ടോ സമോസ ഇടാനായിട്ട്. അപ്പോൾ എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷമാണ് സമോസ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഫ്ലെയിം നന്നായിട്ട് കൂട്ടിയിട്ടതിന് ശേഷമേ കോരിയെടുക്കാവൂ. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള സമോസ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വെജ് സമോസ? അടിപൊളിയായിട്ടില്ലേ? നല്ല ക്രിസ്പിയാണ് നമ്മുടെ ഔട്ടർ ക്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഉള്ളിൽ ചീസൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.